2023 പുറത്തു വന്ന 12 ഇന്ത്യൻ ട്വിസ്റ്റഡ് എൻഡ് മൂവീസ്. അതായത് ഈ ക്ലൈമാക്സ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധം കൊണ്ടുവരുന്ന സിനിമകളുണ്ടല്ലോ, നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സിനിമകൾ. അതുപോലെയുള്ള ഒരു 12 സിനിമയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അതിൽ മലയാള സിനിമയുണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്, കന്നഡയുണ്ട്, ഹിന്ദിയുണ്ട്. ഇത്രയും ഭാഷകളിലെ സിനിമകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതും അധികം പോപ്പുലറായ സിനിമകളല്ല, അധികം അങ്ങനെ ഫേമസ് ആയ സിനിമകളും അല്ല. ചെറിയ സിനിമകളിൽ നല്ല സിനിമകളൊക്കെയാണ് ഈ 12 എണ്ണവും. അപ്പോൾ സിനിമ എവിടെ ലഭ്യമാകും, ഏതൊക്കെ ഭാഷകളിൽ അവൈലബിൾ ആണ് തുടങ്ങിയ വിശേഷവും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അധികം വലിച്ചു നീട്ടാതെ വേഗത്തിൽ തന്നെ പോകാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള സിനിമകളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമസ്കാരം, മൂവീസ് അറൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പറഞ്ഞ പോലെ തന്നെ 12ാമത്തെ പൊസിഷനിലുള്ളത് 2023 പുറത്തു വന്ന ഒരു തെലുങ്ക് സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് മംഗളവാരം. സിനിമ ഒരു വമ്പൻ എക്സ്പീരിയൻസ് തരും എന്നൊന്നും തീർച്ചയായിട്ടും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനുള്ളിലുള്ള ടിസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയത്. നിങ്ങൾക്കും തീർച്ചയായും കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ. അപ്പോൾ ഹോട്ട്സ്റ്റാറിൽ സിനിമ മലയാളത്തിലും തമിഴിലും ഒക്കെ അവൈലബിൾ ആണ്. കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാണുക. 7 out of 10 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. അതുപോലെ 11ാമത്തെ പൊസിഷനിലുള്ള സിനിമ 2023 തന്നെ പുറത്തു വന്ന ഒരു തെലുങ്ക് സയൻസ് ഫിക്ഷൻ ത്രില്ലർ മൂവിയാണ് 7:11 PM. സിനിമ അപ് ടു എൻഡ് കാണുമ്പോൾ പല കാര്യങ്ങളിലും ചില പോരായ്മകളൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അത്യാവശ്യം നല്ലൊരു സയൻസ് ഫിക്ഷൻ മൂവി അല്ലെങ്കിൽ നല്ലൊരു പരീക്ഷണ ചിത്രം തന്നെയാണ് തീർച്ചയായിട്ടും 7:11 PM. സിനിമ ആമസോൺ പ്രൈമില് മലയാളത്തിലും തമിഴിലും ഒക്കെ അവൈലബിൾ ആണ്. കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാണുക. 7 out of 10 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. 10ാമത്തെ പൊസിഷനിലുള്ളത് ഒരു മലയാളം ത്രില്ലർ മൂവിയാണ് പകലും പാതിരാവും. പകലും പാതിരാവും എന്ന് പറഞ്ഞ സിനിമ വരുന്നതിന് മുന്നേ വന്നൊരു സിനിമയായിരുന്നു ആ കരാള രാത്രി എന്ന് പറയപ്പെടുന്ന ഒരു കന്നഡ സിനിമ. അപ്പൊ ഈ സിനിമയുടെ, അതായത് ഈ കന്നഡ സിനിമയുടെ ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പകലും പാതിരാവും എന്ന് പറയപ്പെടുന്ന മലയാള സിനിമയ്ക്ക് ഉള്ളത്. ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ ഒരു ഒന്നൊന്നര ക്ലൈമാക്സ് തന്നെയായിരുന്നു. അത് എനിക്ക് കുറച്ചുകൂടി ഇതായി തോന്നിയത്, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആ കരാള രാത്രി എന്ന് പറയപ്പെടുന്ന കന്നഡ സിനിമ തന്നെയായിരുന്നു. ഞാൻ കുറച്ചുകൂടി സജസ്റ്റ് ചെയ്യുന്നതും ആ സിനിമ തന്നെയാണ്. മലയാളത്തിൽ വേണമെന്നുള്ളവര് തീർച്ചയായിട്ടും പകലും പാതിരാവും തന്നെ കാണുക. C5 സിനിമ അവൈലബിൾ ആണ്. 7.8 out of 10 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. അത് പകലും പാതിരാവിനും അല്ല, ആ കരാള രാത്രി എന്ന സിനിമയ്ക്കാണ്. എന്തായാലും 9ാമത്തെ പൊസിഷനിലുള്ള ചിത്രം 2023 തന്നെ പുറത്തു വന്ന ഒരു തമിഴ് ആക്ഷൻ ത്രില്ലർ മൂവിയാണ് പരമ്പൊരുൾ. ആദ്യമൊക്കെ നടക്കുന്ന കുറച്ച് അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ അല്പം ലാഗ് നമുക്ക് തോന്നിപ്പിക്കുമെങ്കിലും ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ നല്ലപോലെ വർക്കൗട്ടായ ഒരു സിനിമ തന്നെയായിരുന്നു തീർച്ചയായിട്ടും പരമ്പൊരുൾ. സിനിമ ആഹാ എന്ന സ്ട്രീമിംഗ് ആപ്പിലും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലും അവൈലബിൾ ആണ്. കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാണുക. 7.5 out of 10 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. അതുപോലെ 8ാമത്തെ പൊസിഷനിലുള്ളത് 2023 തന്നെ പുറത്തു വന്ന ഒരു മലയാളം കോമഡി ത്രില്ലർ മൂവിയാണ് പുരുഷപ്രേതം. സിനിമയുടെ ആ ഒരു അവതരണ രീതി അത് തന്നെയാണ് എനിക്ക് ഏറ്റവും സിനിമയിൽ ഏറ്റവും മികച്ചു നിന്നതായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം. ക്ലൈമാക്സ് ഒക്കെ ചിലപ്പോൾ നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിരിക്കാം, പക്ഷെ എന്നാലും ഇതൊരു ട്വിസ്റ്റഡ് എൻഡ് മൂവി തന്നെയാണ്. നല്ലപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനും സാധ്യതയുള്ള ഒരു മൂവി തന്നെയായിട്ടാണ് എനിക്ക് സിനിമ തോന്നിയത്. 7.5 out of 10 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. സോണി ലൈവില് സിനിമ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹിക്കുന്നവർ കാണുക. 7ാമത്തെ പൊസിഷനിലുള്ളത് 2023 തന്നെ പുറത്തു വന്ന ഒരു തമിഴ് ക്രൈം ത്രില്ലർ മൂവിയാണ് കൊണ്ട്രാൽ പാവം. ഈ സ്ലോ ബേണിംഗ് ഇമോഷണൽ ഡ്രാമ മൂവികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പക്കാ ട്രീറ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും ഇത്. കാരണം അല്പം ടൈം എടുത്ത് വളരെ സാവധാനത്തിലെ സിനിമ മുന്നോട്ട് പോകുള്ളൂ. ഒത്തിരി കഥാപാത്രങ്ങളോ സ്ഥലങ്ങളോ ഒന്നും തീർച്ചയായിട്ടും സിനിമയ്ക്കുള്ളിൽ ഇല്ല. പക്ഷെ ക്ലൈമാക്സ് അതൊരു ഒന്നൊന്നര ക്ലൈമാക്സ് തന്നെയാണ്. നമുക്ക് നല്ല രീതിയിൽ ഒരു ട്രീറ്റ് കിട്ടും, അല്ലെങ്കിൽ എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ക്ലൈമാക്സ് തന്നെയാണ് തീർച്ചയായിട്ടും സിനിമയ്ക്കുള്ളിലുള്ളത്. 7.6 out of 10 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. ആമസോൺ പ്രൈമില് സിനിമ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 6ാമത്തെ പൊസിഷനിലുള്ളത് ഒരു ഹിന്ദി ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ദ വൈ. അപ് ടു എൻഡ് നമ്മളെ എൻഗേജിങ്ങും സസ്പെൻസിങ്ങുമായി നിർത്തുന്ന ഒരു ചിത്രം തന്നെയാണ് ദ വൈ. പെർഫോമൻസ് വൈസ് ഒക്കെ നോക്കുമ്പോൾ ചില പോരായ്മകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചിത്രത്തിനുണ്ട്. മികച്ച ഒരു എക്സ്പീരിയൻസ് തന്ന ഒരു ചിത്രം തന്നെയാണ് തീർച്ചയായിട്ടും ദ വൈ. ആമസോൺ പ്രൈമില് സിനിമ സബ്ടൈറ്റിൽ ഉൾപ്പെടെ അവൈലബിൾ ആണ്. 7.6 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. 5ാമത്തെ പൊസിഷനിലുള്ളത്
മലയാളത്തിൽ പുറത്തു വന്ന ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് തങ്കം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു തീർച്ചയായിട്ടും തങ്കം. പ്രത്യേകിച്ച് ആ ക്ലൈമാക്സ് വരെ വരുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു മേക്കിംഗ് സ്റ്റൈല്, അല്ലെങ്കിൽ ആ ഒരു വരവ്, അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. എന്റെ സൈഡിൽ നിന്ന് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ചിത്രം തന്നെയാണ് തങ്കം. ആമസോൺ പ്രൈമിൽ സിനിമ അവൈലബിൾ ആണ്. 7.7 ഔട്ട് ഓഫ് 10 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. അതുപോലെ തന്നെ 4th പൊസിഷനിലുള്ളത് 2023 തന്നെ പുറത്തു വന്ന ഒരു കന്നഡ ഡ്രാമ ത്രില്ലർ മൂവിയാണ് ടോബി. സിനിമയുടെ ആ ഒരു മേക്കിംഗ്, അതുപോലെ തന്നെ അഭിനയിച്ച എല്ലാവരുടെ ആ പെർഫോമൻസ് ഒക്കെ ഒന്നും പറയാനില്ലാത്ത വിധം വളരെ മികച്ചു നിന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ചില സീനുകളൊക്കെ കൺസ്യൂം ചെയ്ത വിധമായാലും എന്താ പറയുക, നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മുടെ മനസ്സിനുള്ളിൽ ആ സീനുകളൊക്കെ ഇങ്ങനെ നിൽക്കും. ആ രീതിയിലാണ് അത് മേക്ക് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്. കഥയൊക്കെ നമുക്ക് ഒരു പക്ഷേ പരിചിതമുള്ള കാര്യങ്ങളും ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ അത് ആ എക്സിക്യൂട്ട് ചെയ്ത രീതി ഉണ്ടല്ലോ, ക്ലൈമാക്സ് വരെ ആ ഒരു എക്സിക്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു രീതി, അതൊക്കെ ഒന്നും പറയാനില്ലാത്ത വിധം വളരെയധികം നീറ്റായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. 7.7 ഔട്ട് ഓഫ് 10 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. സോണി ലൈവില് സിനിമ സബ്ടൈറ്റിൽ ഉൾപ്പെടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 3rd പൊസിഷനിലുള്ളത് 2023 പുറത്തു വന്ന ഒരു മലയാളം ഡ്രാമ ത്രില്ലർ മൂവിയാണ് ഇരട്ട. സിനിമയെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. ജോജി ചേട്ടൻ തകർത്താടിയ ഒരു സിനിമയാണ് തീർച്ചയായിട്ടും ഇരട്ട. അതുപോലെ തന്നെ സിനിമ അപ് ടു എൻഡ് വരുമ്പോഴും, അതായത് ഒരു 75% സിനിമ ഒരു ഡ്രാമ മോഡിലാണ് പോകുന്നത്. കംപ്ലീറ്റ് ഒരു ഡ്രാമ സെറ്റപ്പിലാണ് സിനിമ ഒരു 75% മുന്നോട്ട് പോകുന്നത്. ശേഷം ക്ലൈമാക്സിൽ റിവീൽ ചെയ്യുന്ന ആ ഒരു കാര്യമുണ്ട്, എന്നെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു ക്ലൈമാക്സ് ആണ് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഉള്ളത്. ഇതുപോലെ തന്നെ, അതായത് ഇരട്ട കണ്ട പോലെ തന്നെ കണ്ടപ്പോൾ ഫീൽ കിട്ടിയ ഒരു ചിത്രം ഉണ്ടായിരുന്നു 2003. അതായത് ആ ചിത്രമാണ് ആദ്യം വന്നത്. 2003 പുറത്തു വന്ന ഒരു സൗത്ത് കൊറിയൻ ഡ്രാമ ത്രില്ലർ മൂവിയാണ് ഓൾഡ് ബോയ്. ആ സിനിമ കണ്ടപ്പോൾ കിട്ടിയ അതേ ഫീല് തന്നെയാണ് ഇരട്ട കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് കിട്ടിയത്. മികച്ച ഒരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും ഇരട്ട. 7.8 ഔട്ട് ഓഫ് 10 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. കാണാൻ ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും സിനിമ കാണുക. അതുപോലെ തന്നെ 2ാമത്തെ പൊസിഷനിലുള്ളത് 2023 തന്നെ പുറത്തു വന്ന ഒരു തമിഴ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവിയാണ് പോർത്തൊഴിൽ. അപ് ടു എൻഡ് ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മളെ എൻഗേജിംഗ് ആക്കി കൊണ്ടുപോകുന്ന ഒരു ചിത്രം തന്നെയാണ് തീർച്ചയായിട്ടും പോർത്തൊഴിൽ. മാത്രമല്ല, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ചില മാനസികാവസ്ഥ കാര്യങ്ങളൊക്കെ ചിത്രം നല്ല രീതിയിൽ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സിനിമ കാണുക. 7.8 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. 1st പൊസിഷനിലുള്ളത് ഒരു കന്നഡ ക്രൈം സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് തത്സമ തദ്ഭവ. ട്വിസ്റ്റിന്റെ പൊങ്കാലയാണ് സിനിമ മുഴുവൻ. അപ് ടു എൻഡ് വേറെ ലെവലാണ് തീർച്ചയായിട്ടും സിനിമ. ക്ലൈമാക്സ് ഒക്കെ ഒന്നും പറയാനില്ല സിനിമയെ പറ്റി. അതുപോലെ തന്നെ പ്രജ്വാൾ ദേവരാജിന്റെ ആയാലും മേഘന രാജിന്റെ ആയാലും പെർഫോമൻസ് നോക്കുകയാണെങ്കിലും വളരെ നീറ്റായിട്ട് തന്നെ നമുക്കൊരു പിടി തരാത്ത രീതിയിൽ അവരും അത് ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമ ആമസോൺ പ്രൈമിലെ സബ്ടൈറ്റിൽ ഉൾപ്പെടെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹിക്കുന്നവർ കാണുക. നല്ലൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ്, അടിപൊളിയായിട്ടുള്ളൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും സിനിമ നിങ്ങൾക്ക് തരും. 7.9 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള സിനിമകളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എനിക്കൊരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ എല്ലാ സിനിമകളുടെയും, അതുപോലെ തന്നെ അതായത് ഈ ചെറിയ സിനിമകളിൽ നല്ല നല്ല സിനിമകളൊക്കെ നിങ്ങളിലോട്ട് എത്തിക്കാനും അതോടൊപ്പം റിലീസ് ആവുന്ന സിനിമകളുടെയൊക്കെ വിശേഷങ്ങളും നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടണം. അപ്പൊ എന്തായാലും ഇതുപോലെയൊക്കെയുള്ള സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.